അപ്പോൾ ഈ വീക്കിലെ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് 7 പേരാണ് ഈ വീക്കിൽ നോമിനേറ്റ് ആയിരിക്കുന്നത്. അതിൽ 9 വോട്ടോടെ വന്നിരിക്കുന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ മനഃപൂർവ്വം എല്ലാവരും ഇട്ടത് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ വീക്കല്ലേ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ശ്രീരേഖ വലുതായിട്ട് എന്തൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. കൂടുതൽ ആക്ടിങ് പരമായ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പവർ റൂമിലിരുന്നൊരു സേഫ് സോൺ കളിക്കുന്നു, അതാണ് നടക്കുന്നത്. അതുകൊണ്ട് ശ്രീരേഖ ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീരേഖ വരാൻ ചാൻസ് കൂടുതലാണ്, മിക്കവരും ഇടുന്നു ഉറപ്പാണ്. അപ്പോൾ ഈ ശ്രീരേഖ തന്നെ 9 വോട്ടോടെ ശ്രീരേഖ 1-ാം സ്ഥാനത്ത് നിൽക്കും. പിന്നെ 7 വോട്ടോടെ ശ്രീതു വന്നിട്ടുണ്ട്. പിന്നെ 5 വോട്ടോടെ നന്ദന, പിന്നെ 2 വോട്ടോടെ അപ്സര, പിന്നെ 3 വോട്ടോടെ ജിന്നു വന്നിട്ടുണ്ട്. പിന്നെ 2 വോട്ടോടെ സിജുവും വന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് നോമിനേഷൻ വന്ന ശരണ്യ, പവർ ടീം ഡയറക്റ്റ് നോമിനേഷനാണ്. അപ്പോൾ ഈ വീക്കിൽ മെയിനായിട്ട് പോകാൻ ചാൻസ് ഉള്ളത് ശരണ്യയും ശ്രീരേഖയും തന്നെയായിരിക്കുക. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ ഏതിലും ഒരാൾ പോവുള്ളൂ. വെച്ചാൽ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ഈ 2 പേരാണ്. പിന്നെ ഈ വീക്കിൽ വല്ല ചേഞ്ചസ് വന്നാൽ പെർഫോമൻസിൽ ടാസ്കിൽ ചേഞ്ചസ് വന്നാൽ കയറി നിൽക്കാൻ സേഫായി നിൽക്കാൻ പറ്റും. അല്ലാത്തപ്പം ഇവരാണ് മെയിനായിട്ട് പോകാൻ കൂടുതൽ ഡേഞ്ചറായിരിക്കുന്നത്. ജിൻഡോ സിജോക്കെ എന്തായാലും സേഫ് ആയിരിക്കും. ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. മെയിനായിട്ട് പോകാൻ ഔട്ടാൻ ചാൻസ് ഉള്ളത് ഇവർ തന്നെയാണ്, ശരണ്യ ശ്രീരേഖ.